അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹക്കാനെ കോൻ അമറായി മക്കാവ് വിട്ട് നബി മക്ക മദീനത്തണവായി ഹാറേതും എത്തിടുക ഈരാറും ഒത്ത ശഹർ ബാറാർ പോറുത്ത പിറകേ ബാറാർ പോറുത്ത പിറകേ താങ്കോവർ ഹാമിദറും മിക്കാവർ സഹാബികൾ ഒക്കായിരിക്കുമ്പോളൂതിൽ ഹക്കാനെ കോൻ അമറായി മക്കാവ് വിട്ട് നബി മക്ക മദീനത്തണവായി മക്ക മദീനത്തണവായി. പ്രിയമുള്ളവരെ, അൽ സിയാറ എൻ്റെ ചാനൽ ശബ്ദം വീക്ഷിക്കുന്ന സഹോദര സഹോദരിമാരെ, ഈ മാസത്തിൻ്റെ പ്രത്യേകത ഏറ്റവും അധികം വിളിച്ചോതുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വത്ത് ബദറാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഇഅ്തികാഫിൻ്റെ നിയത്ത് വെച്ചുകൊണ്ട് പള്ളിയിലിരുന്നു കൊണ്ട് മഗ്ഫിറത്തിൻ്റെ പത്തിൽ, വളരെ പ്രസിദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10 റസൂലുള്ളാഹി പഠിപ്പിച്ചു. രണ്ടാമത്തെ 10 ഔസത്തുഹു മഗ്ഫിറ. മഗ്ഫിറത്തിൻ്റെ 10 നമ്മളിൽ നിന്നും എന്ത് ചെയ്യാണ്? ഇൻഷാ അല്ലാഹ് ഒരു വെളിപ്പാടകളെ കഴിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ മഹാന്മാരായ സഹാബികളും അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധമായ ബദറിൻ്റെ രണഭൂമിയിൽ, നമുക്കറിയാം പരിശുദ്ധമായ നോമ്പ് 8-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നോമ്പെടുത്തുകൊണ്ട് ക്ഷീണിതരായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആന്റെ വളരെയധികം പ്രസക്തമായ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉദ്ദത്തിൽ ലിൽ മുത്തഖീൻ എന്ന പരിശുദ്ധമായ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിൻ്റെ വീതി വിശാലതകൾ, സ്വർഗത്തിൻ്റെ വീതി വിശാലതകൾ ഹബീബായ റസൂലുള്ളാഹിയുടെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹാബത്ത് ആ ഉണക്കക്കാരക്ക ഒരു കാരക്കയോടെ ചീന്തെടുത്തുകൊണ്ട് നോമ്പ് പിടിക്കുകയും മറുകാരക്കയോടെ ചീന്തെടുത്തുകൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുന്ന സഹാബത്തിലേക്കാണ് ഈ സ്വർഗത്തിൻ്റെയും സ്വർഗത്തിൻ്റെ ആകാശവേദിയുടെ വിശാലതയുള്ള സ്വർഗത്തെക്കുറിച്ച് തൻ്റെ സഹാബത്തിന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് സഹാബത്ത് പറഞ്ഞ് ബഹ്ം യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഈ ഉണക്കക്കാരൊക്കെ തന്നുകൊണ്ട് ഇനി ഞങ്ങൾ സമയം കളയണ്ട, അതുകൊണ്ട് അവരെന്തിനു ദീനിന് വേണ്ടിയിട്ടേ അവരെ മുതൽ കൊടുത്തു എന്ന് മാത്രമല്ല, അവരുടെ ശരീരമാസകലം ബാവുനുഫൂസവും ശരീരമാസകലം ദീനിന് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് അവർ ആ യുദ്ധത്തിന് ഒരുങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ പോലത്തെ മുസ്ലിം ദാമധാരികളായ ആരും തന്നെ ഉണ്ടാവുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അവരെ സ്മരിക്കുന്ന ദിക്റുൽ അംബിയായി ഇദ്വാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ, സാലിഹീങ്ങളുടെ അംബിയാക്കളുടെ ചരിത്രം പറയുക എന്നുള്ളത് ഇബാദത്തും, സാലിഹീങ്ങളുടെ ചരിത്രം പറയുക എന്നുള്ളത് പാപം പൊറുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന അൽ സിയാറ ചാനലിലെ എൻ്റെ സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ഈ റമളാനിൽ, പരിശുദ്ധമായ ഈ നടുവിലപ്പത്തിൽ, മഗ്ഫിറത്തിൻ്റെ 10-ൽ ഔലിയാക്കന്മാരായ ആരിഫീങ്ങളെയും അതുപോലെ തന്നെ സഹാബത്തിനെയും അവർ ചെയ്ത ആ യുദ്ധത്തിനെയൊക്കെ സ്മരിക്കലും അവരെ പേരിലൊക്കെ മൗലിദ് പാരായണം ചെയ്യലും അന്നദാനം നടത്തലൊക്കെ നല്ല ശക്തിയായ സുന്നത്തും വളരെയധികം പവിത്രതയുള്ളതും നമ്മുടെ ഈമാന് പത്തരമാറ്റുന്ന ഒരു അമലും കൂടിയാണ്. അള്ളാഹു നമ്മളിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.